കാട്ടിലേക്ക് അയച്ച കുട്ടിയാന കാട്ടാനക്കൂട്ടത്തിനൊപ്പം ചേർന്നതായി വനംവകുപ്പ്. ഇന്നലെ ഉച്ചയോടെ കൂട്ടത്തിനൊപ്പം ചേർന്നതായി വനംവകുപ്പ്. ഇന്നലെ ഉച്ചയോടെയാണ് കൂട്ടം തിരിയ കാട്ടാനകൾ ചേക്കാടി സ്കൂൾ വളപ്പിൽ എത്തിയത്. വരല്ലേ ചേക്കാടി സ്കൂളിന് സമീപത്ത് നിന്ന് പിടികൂടി കാട്ടിലേക്ക് അയച്ച കുട്ടിയാനെ കാട് കയറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ കുട്ടിയാന കർണാടകത്തിൽ ജനവാസ മേഖലയിലേക്ക് എത്തിയോ എന്നൊരു സംശയം ഇപ്പോൾ ഉണ്ടാവുകയാണ്. കേരള വനത്തോട് ചേർന്നുള്ള കടഗദ്ദ ഗ്രാമത്തിലാണ് കുട്ടിയാന എത്തിയത് എന്ന വിവരം വരുന്നു. ചേക്കാടിൽ നിന്ന് പിടികൂടി വനത്തിലേക്ക് തുറന്നുവിട്ട ആനക്കുട്ടി പുഴ കടന്ന് അപ്പുറത്തേക്ക് പോയി എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. കമലുണ്ട്. കമൽ, ഈ ആനയാണ് സ്ഥിരീകരിക്കുന്നത്? ഈ ആനക്കുട്ടിയാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടോ? അത് വനംവകുപ്പ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ കൂടി ഏറെക്കുറെ ഉറപ്പാണ്. കാരണം ഇന്നലെ വൈകിട്ട് ആനക്കുട്ടിയെ തുറന്നുവിട്ട വെട്ടത്തൂർ വനമേഖലയിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം മാറിയാണ് കടഗദ്ദ. പക്ഷേ ഇടയിൽ പുഴയുണ്ട്, പുഴയിൽ നല്ല ഒഴുക്കുണ്ട്. അതുകൊണ്ട് എങ്ങനെ ഈ ആനക്കുട്ടി പുഴ മുറിച്ചു കടന്നു എന്നൊരു സംശയം മാത്രമേ ബാക്കിയുള്ളൂ. കാഴ്ചയിലും അതേ ആനക്കുട്ടി തന്നെയാണ്, ഏറെക്കുറെ ഉറപ്പാണ് ആനക്കുട്ടി തന്നെയാണ് എന്നുള്ളത്. എന്തായാലും കടഗദ്ദ ഗ്രാമത്തിൽ ഗ്രാമീണർ ആനക്കുട്ടിയെ തടഞ്ഞുവെച്ച് വനംവകുപ്പിനെ വിവരമറിയിച്ചു. കർണാടക വനംവകുപ്പ് എത്തി കയറുകൊണ്ട് കെട്ടി ആനക്കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇന്നലെയാണ് ചേകാടി സ്കൂൾ വരാന്തയിലും സ്കൂൾ മുറ്റത്തുമൊക്കെ ഈ കുട്ടിയാനെ എത്തിയത്. തുടർന്ന് വൈകിട്ടോടെ കേരള വനംവകുപ്പ് ആനക്കുട്ടിയെ കാട്ടിനകത്ത് ആനക്കൂട്ടത്തിന് അടുത്തുവരെ എത്തിച്ചിരുന്നു. പക്ഷേ ആനക്കൂട്ടം അതിനെ ഒപ്പം കൂട്ടിയില്ല എന്നാണ് കരുതേണ്ടത്. എന്താണെങ്കിലും ഇപ്പോൾ കർണാടക വനംവകുപ്പിന്റെ കസ്റ്റഡിയിലാണ് കാട്ടാനക്കുട്ടിയുള്ളത്.